പ്രത്യേകിച്ച് സെല്ലൊന്നുമില്ല, ഒരു പരിഗണനയും അവിടെ കിട്ടത്തില്ല. സുഹൃത്തുക്കളെ, വളരെയധികം ദുഃഖപരമായിട്ടുള്ള, വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ് പറയാൻ പോകുന്നത്. അത്രയും വിഷമത്തോടെ അരുൺകുമാർ അത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞാൽ, ഈ അരുൺകുമാർ അവതരിപ്പിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ മാത്രമാണ് ഈ വീഡിയോ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് കേട്ടു. റിമാൻഡിൽ തടവുകാർക്കൊപ്പമായിരിക്കും അദ്ദേഹം. പ്രത്യേകിച്ച് സെല്ലൊന്നുമില്ല, ഒരു പരിഗണനയും അവിടെ കിട്ടത്തുമില്ല. കാക്കനാട് ജില്ലാ ജയിലിലാണ്. അപ്പം അത്ര വലിയ സൗകര്യങ്ങളും അവിടെ ആ അർത്ഥത്തിലില്ല. അപ്പോ തടവുകാർക്കൊപ്പം ഒരുമിച്ച് ബോബി ചെമ്മണ്ണൂർ കുറച്ച് ദിവസം കൂടി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. തിങ്കളാഴ്ചയായിരിക്കും ഒരുപക്ഷെ കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ആ കേസ് എടുക്കണം നിർബന്ധമില്ല. തീർച്ചയായിട്ടും പോലീസ് 1-2 ദിവസത്തെ സാവകാശം ചോദിക്കും, കസ്റ്റഡി അപേക്ഷ ചോദിക്കും. അതൊക്കെ വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ അറിയൂ. ചുരുങ്ങിയതൊരു 4 ദിവസം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ അവസ്ഥയിലാണെങ്കിൽ കോടതിയിൽ കഴിയേണ്ടി വരും എന്നത് ഉറപ്പാണ്.